എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോള് തന്റെ വിഷമങ്ങളും വേദനകളും എല്ലാം അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ തിരുമേനിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുമേനിയോട് പറഞ്ഞു, എന്തിനാ തിരുമേനി ഗിരിദേവൻ എന്നോട് ഇങ്ങനെ ചെയ്ത്? ഒരു പക്ഷെ ഗിരിദേവൻ അറിയായിരിക്കും ഞാൻ മരിച്ചു പോന്ന്. അതുകൊണ്ടാണോ ഗിരിദേവൻ എന്നെ ബാലികാദേവി ആക്കാനായിട്ട് അന്ന് കൊണ്ടേ നറുക്കെടുപ്പിനൊക്കെ ഇട്ടത്? ഒരു പക്ഷെ എല്ലാ കാര്യങ്ങളും ഗിരിദേവൻ അറിയായിരിക്കും അല്ലേന്ന് തിരുമേനിയോട് ചോദിക്കുക. ഇത് കേട്ടെന്ന് തിരുമേനി പറഞ്ഞു, ഗിരിദേവനല്ലേ, ഗിരിദേവനെല്ലാം അറിയായിരിക്കും. ഒരു പക്ഷേങ്കില് സന്ധ്യയ്ക്ക് നടയടച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനും ഗിരിദേവനും കുറെ സമയം ഇവിടെ സംസാരിച്ചിരിക്കാറുണ്ട്. ആ സമയത്തെല്ലാം ഗിരിദേവൻ പറയുന്ന ഉണ്ണിമോളെ കുറിച്ചും ദേവകി അമ്മേനെ കുറിച്ചൊക്കെ വാതോരാതെ സംസാരിക്കാറുണ്ട്. അവൻ വെറും ഒരു കുട്ടിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം കാനന വാസനാണ്, ഗിരിദേവൻ എന്നാണ് പേര്. അങ്ങനെയാണെങ്കിൽ ഉണ്ണിമോൾക്ക് ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഉണ്ണിമോള് അവന്റെ കാല് വീണ് വന്ദിക്കണം, ഉണ്ണിമോൾക്ക് മോക്ഷം കിട്ടും എന്നൊക്കെ തിരുമേനി പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾക്ക് ആകപ്പാടെ വിഷമായി. തിരുമേനി പറഞ്ഞു, ഉണ്ണിമോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എന്തോ ഒരു അത്ഭുത ശക്തിയുള്ള കുട്ടിയാണ് അവന്. അവൻ സാധാരണ ഒരാളല്ല, അവൻ സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ പ്രതിരൂപമാണെന്നാ ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് അങ്ങനെ എന്റെ മനസ്സിൽ അങ്ങനെയാ തോന്നണേന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് തിരുമേനി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നാഗദേവത ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അപ്പോഴേക്കും അയ്യപ്പസ്വാമി നാഗദേവതയുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയാണ്, അതെ, അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, അവിടെ ഭക്തര് പ്രാർത്ഥിക്കാൻ മനസ്സല്ല, അവിടെ ചെന്നിട്ട് ഒരാളെ അപായപ്പെടുത്താനായിട്ട് പറ്റില്ല എന്ന് നാഗദേവതയോട് പറയാണ്. നിനക്കറിയാം, നിന്റെ പൈതങ്ങളെ നഷ്ടപ്പെട്ട വേദനയിലാണ് നീ അവളെ ഇല്ലാതാക്കാൻ പോണെന്ന് അറിയാം. പൈതങ്ങളെ തിരിച്ചു കിട്ടണമെങ്കിൽ അവളെ ഇല്ലാതാക്കിയേ മതിയാവുള്ളൂ എന്ന് അറിയാം. അപ്പൊ അതിനു വേണ്ടി നീ പോണെന്നറിയാം. പക്ഷെ നിനക്ക് അതിന് സാധിക്കില്ല. അവിടെ പോയി നിനക്ക് അവളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ തിരിച്ചു പോണം. ഇത് ഞാനാ പറയണേ, എന്റെ കൽപ്പനയാന്ന് പറയാണ്. ഇത് കേട്ടപടി നീ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ആ നാഗം അങ്ങോട്ട് പത്തി താഴ്ത്തി അങ്ങോട്ട് തിരികെ പോവാണ്. അപ്പോഴേക്കും വനമാലി അങ്ങോട്ട് വന്നു. വനമാലി വന്നിട്ട് പറഞ്ഞു, നാഗദേവത വീണ്ടും ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വന്നല്ലേന്ന് ചോദിക്കാണ്. ഗിരിദേവൻ പറഞ്ഞു, അതെ, വീണ്ടും വന്നെന്ന് പറയണം. അതിനർത്ഥം എന്താ? കാരണം വീണ്ടും ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വന്നെങ്കില് ഇതിന്റെ പിന്നില് ആ യമദേവന്റെ അയാളുടെ സാന്നിധ്യം ഉണ്ടല്ലേന്ന് ചോദിക്കുക. അതേന്ന് പറയാണ്. ഗിരിദേവൻ പറഞ്ഞു, നാഗദേവതയ്ക്കറിയാം ഉണ്ണിമോളല്ല തന്റെ പൈതങ്ങളെ മോഷ്ടിച്ചെന്ന്. പക്ഷേങ്കില് ഉണ്ണിമോടെ അമ്മയാന്ന് പറയാം. പക്ഷെ ഉണ്ണിമോടെ അമ്മേനെ തൊടാതെ ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ വരണമെങ്കില് അവരുടെ ഉള്ളില് ആ ഒരു യമദേവൻ ഇരിപ്പുണ്ടെന്നാണ്, യമദേവന്റെ ചൈതന്യം ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം യമദേവൻ അതിന്റെ ഉള്ളിൽ കൂടിയിരിക്കുന്നോണ്ടാണ് ഉണ്ണിമോളെ നോട്ടമിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി പോവത്തില്ല, ആ നാഗം ഇവിടെ തന്നെ കാണും, ഉണ്ണിമോളെ അപഹരിക്കാണ്ട് വരും. കാരണം യമദേവന്റെ പ്രഭാവം ഉള്ളിടത്തോളം കാലം ആ നാഗത്തിന് തിരികെ പോകാൻ പറ്റില്ലെന്ന് പറയാണ്. ഈ സമയം ഉണ്ണിമോൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ വയ്യാത്തൊരവസ്ഥയിലിരിക്കുക. ഉണ്ണിമോൾക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ഉണ്ണിമോളുടെ അടുത്തേക്ക് ആദ്യം ദിവ്യ വരുന്നത്. ദിവ്യനെ കണ്ട് ഉണ്ണിമോൾക്ക് സന്തോഷമായി. ആ ദിവ്യോ ആ പുറകെ തന്നെ നോക്കിക്കഴിഞ്ഞപ്പോ മാരാർ മാഷും രാധ ടീച്ചറും അഭിജിത്തും കണ്ണനും എല്ലാരും വരുന്നുണ്ട്. അപ്പത്തേനും ദിവ്യ പറഞ്ഞേ, നന്ദനയൊക്കെ വരുന്നുണ്ട്, കണ്ടോന്ന് ചോദിക്കാം. ഉണ്ണിമോൾ പറഞ്ഞു, ആഹാ കൊള്ളാലോ, എല്ലാരും ഉണ്ടല്ലോ, സർപ്രൈസ് ആയിരിക്കുന്നല്ലോ എന്ന് പറയണം. ഈ സമയം രാധ ടീച്ചർ പറഞ്ഞു, സ്കൂളിലൊന്നും വരാതെ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ ഉണ്ണിമോളല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ ഞാന് ഇത് കേട്ട് കഴിഞ്ഞപ്പോ മാരാർ മാഷ് പറഞ്ഞു, ഉണ്ണിമോൾ ഇങ്ങനെ നടന്നാലും ഉണ്ണിമോൾക്ക് ഇങ്ങനെ ഓരോ നാട്ടിൽ ചെന്നപ്പോ അവിടുന്ന് ഓരോരോ അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലേ ഉണ്ണിമോളെ. നമുക്ക് ചില സമയത്ത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നേക്കാളും കൂടുതൽ അറിവുകൾ അല്ല നമ്മുടെ അനുഭവത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയാ. ഇത് കേട്ടത് അഭിജിത്ത് പറഞ്ഞു, അന്നാ ഒരു കാര്യം ചെയ്യാം മാഷേ, നാളെ മുതൽ ഞാൻ സ്കൂളിൽ വരുന്നില്ല, ഞാനും ഇങ്ങനെ ഒരു നാടൊക്കെ ചുറ്റിയടിച്ച് കാണാം, എങ്ങനെയുണ്ട്? ആ, നീ വന്നില്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് ഞാൻ വരും, ചൂരൽ കഷായം പ്രയോഗിക്കും, അത് വേണോന്ന് ചോദിക്കാം. വേണ്ട വേണ്ട, ഞാൻ വന്നോളാന്ന് പറയണം. ആ സമയത്ത് ഉണ്ണിമോള് ചോദിച്ചു, അല്ല ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. അത് ഗിരിദേവനെ പറഞ്ഞെന്ന് പറയാ. ഗിരിദേവന്റെ കൂടെ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു, ഒരു ചേട്ടനും കൂടെ ഉണ്ടായിരുന്നെന്ന് നന്ദന പറയാണ്. ആണോ? അങ്ങനെയാണ്, അത് വനമാലിച്ചേട്ടനായിരിക്കും എന്ന് പറയണം. അപ്പോഴേക്കാണ് ഗിരിദേവനും വനമാലിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോള് ചോദിച്ചു, ഗിരിദേവനാണോ പറഞ്ഞത് ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞേ? ഗിരിദേവൻ പറഞ്ഞു, അതെ ഞാൻ പറഞ്ഞെന്ന് പറയും. അതെ, ഉണ്ണിമോൾ ഇവിടെ നിൽക്കുവാണോ? മുത്തശ്ശിയുടെ അടുത്തേക്ക് പോണില്ലേ നിൽക്കും. ഇല്ല ഞാൻ പോണില്ല എന്ന് പറയാം. അതെന്താ അങ്ങനെ പറയണേ? മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ല്, ഉണ്ണിമോളുടെ പിറന്നാളാന്ന്. ഉണ്ണിമോൾ ആ കാര്യം മറന്നുപോയെന്ന് ചോദിക്കും. അത് കേട്ടത് ഉണ്ണിമോൾ ഓർത്തു, ശരിയാ, എന്ന് പിറന്നാളാ, അതുപോലും മറന്നുപോയിരിക്കുന്നു. മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ട് ഉണ്ണിമോൾക്ക് വേണ്ടി. ഉണ്ണിമോൾ അങ്ങോട്ട് ചെല്ലാൻ പറയാണ്. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാന്നേ, മുത്തശ്ശിക്ക് വിഷമാവില്ലേ എന്ന് പറയാണ്. അങ്ങനെ ഉണ്ണിമോളെ കഴുകപ്പുരയിലേക്ക് പറഞ്ഞു വിടുവാണ്. ഉണ്ണിമോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ അവിടെ എല്ലാവരോടും പറഞ്ഞു, അതെ ഉണ്ണിമോളുടെ മുന്നിൽ നിങ്ങൾ സങ്കടമൊന്നും അഭിനയിക്കരുത്, സന്തോഷത്തോടെ വേണം നിൽക്കാനായിട്ട്. എല്ലാവർക്കും അറിയാലോ ആ കാര്യങ്ങൾ. ഉണ്ണിമോൾ ഇനി അധിക സമയം നമ്മളോടൊപ്പം ഇല്ല,
ആ സമയത്ത് ഉണ്ണിമോളുടെ മനസ്സ് ഒരു കാരണവശാലും വേദനിക്കില്ലെന്ന് പറയാണ്. ഇത് കേട്ടതും വല്ലാത്തൊരു വിഷമായിപ്പോയി നന്ദനയ്ക്ക്. നന്ദന പൊട്ടിക്കരയുമ്പോഴത്തേനും ടീച്ചർ വന്ന് ആശ്വസിപ്പിക്കുക. എന്തിനാ കരയണേ, കരയേണ്ട കാര്യമില്ല എന്ന് പറയണ. ഇത് കേട്ടപ്പോ ദിവ്യ പറഞ്ഞു, ശരിയാ, പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞ ദിവ്യയും പൊട്ടിക്കരയാണ്. എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ മീനാക്ഷി, അവൾക്ക് ഒരാപത്ത് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ സഹിക്കണം. ദൈവമായിട്ടല്ല ആയുസ് വരുന്നേ, ആ ദൈവമായിട്ട് എടുത്തെന്ന് കരുതിയാൽ മതി. ജനിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം മരണമുള്ളതല്ലേ, അങ്ങനെ വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ആശ്വസിപ്പിക്കാം. പിന്നെ നമ്മൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വന്നേന്നുള്ള കാര്യം അവൾക്ക് അറിയത്തില്ല. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് പറയാണ്. ഈ സമയം ദേവികമ്മ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. ദേവികമ്മയുടെ കയ്യിലേക്ക് ഒരു ഉടുപ്പ് കൊടുക്കുവാണ് വിനോദ്. എന്നിട്ട് പറഞ്ഞു, ദേ അമ്മ ഇത് ഉണ്ണിമോക്ക് കൊടുക്കണം. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഇന്ന് വരെ അവളുടെ പിറന്നാള് ഞാൻ മറന്നുപോയിട്ടില്ല. എല്ലാ പിറന്നാളിനും അവൾക്ക് ഞാൻ സമ്മാനം കൊടുക്കാറുണ്ട്. ഒരു ഉടുപ്പ് എൻ്റെ വക ഞാൻ കൊടുക്കാറുണ്ട്. രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി വന്ന് അവൾക്ക് കൊടുക്കാറുണ്ട് ഒരു ഉടുപ്പ്. അത് പതിവ് ഇന്ന് വരെ മുടക്കിയിട്ടില്ലെന്ന് പറയാണ്. പക്ഷെ അടുത്ത പിറന്നാളിൽ എൻ്റെ മോളുണ്ടാവുമോ എന്ന് പോലും അറിയത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ദേവികമ്മയുടെ കണ്ണറിയാതെ നിറഞ്ഞ് ഒഴുകുവാണ്. അപ്പോഴേക്കും ഉണ്ണിമോൾ അങ്ങോട്ട് വന്നു. ഉണ്ണിമോള് വന്നപ്പോഴത്തേനും ദേവികമ്മ ചോദിച്ചു, മോളിത് എവിടെയായിരുന്നു? ഇന്ന് മോളുടെ പിറന്നാളല്ലേ, മോളത് മറന്നുപോയെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഉണ്ണിമോള് പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ എന്നാ മുത്തശ്ശിയുടെ പിറന്നാൾ സമ്മാനം എന്ന് പറയാണ്. അത് ഉണ്ണിമോള് മേടിച്ചു. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, അതെ ആദ്യം മുത്തശ്ശി എനിക്ക് ഇതല്ല തരാറുള്ള, ഉടുപ്പല്ല തരാറുള്ള, ആദ്യം ഒരു ഉമ്മയെ തരാറുള്ളെന്ന് പറയാണ്. ഇത് കേട്ടതും മുത്തശ്ശി ഉണ്ണിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം. അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് വന്നിട്ടാ മുത്തശ്ശി എനിക്ക് സമ്മാനം തരാറുള്ളതെന്ന് പറയാം. ഇന്ന് പതിവെല്ലാം തെറ്റിയില്ലോ മുത്തശ്ശി എന്ന് പറയാം. അത് പിന്നെ മുത്തശ്ശിക്ക് ഇന്ന് ഒരിടത്തും പോകാൻ തോന്നിയില്ല മോളെ എന്ന് പറയാണ്. ഈ സമയം വിനോദ് പറഞ്ഞു, ഞാൻ ഉണ്ണിമോൾക്ക് ഈ പിറന്നാളിൽ ഒരു സമ്മാനം തരുന്നില്ല. എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞ്, അടുത്ത പിറന്നാളിനാട്ടെ, ഈ പിറന്നാളിനെയും കൂടെ കൂട്ടി അടുത്ത പിറന്നാളിനെ ഞാൻ തരാന്ന് പറയണം. അടുത്ത പിറന്നാൾ ഞാൻ ഉണ്ടെങ്കിലല്ലേ അച്ഛാ എനിക്ക് തരുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് തരാൻ പറ്റില്ലല്ലോ, ഞാൻ മരിച്ചു പോയില്ലെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിനോദിന്റെ മുത്തശ്ശിയുടെ കണ്ണ് ഭയങ്കരമായിട്ട് നിറഞ്ഞു വന്നു. കാരണം അവർക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയം അനസൂയ അവിടെ ഉണ്ടായിരുന്നു. അനസൂയ പറഞ്ഞു, ബാ ഉണ്ണിമോളെ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഉണ്ണിമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഉണ്ണിമോളെ പുതിയൊക്കെ ഉടുപ്പൊഴുക്കി ഇടിയിച്ച വിനോദും അനസൂയയും കൂടെ കൂടി കണ്ണൊക്കെ പൊത്തി അങ്ങനെ മാരാർ മാഷിന്റെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ ഉണ്ണിമോള് ചോദിച്ചു, എന്തിനാ എന്റെ കണ്ണ് പൊത്തുന്നതെന്ന് ചോദിക്കാം. അതൊന്നും ഇല്ലാന്ന് പറയട. അങ്ങനെ അവിടെ വന്നപ്പോ കണ്ണേന്ന് അങ്ങോട്ട് കൈ മാറ്റി കഴിയുമ്പോൾ ഉണ്ണിമോള് നോക്കി കഴിയുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. മാരാർ മാഷും രാധ ടീച്ചറും മുത്തശ്ശി എല്ലാവരും ഉണ്ട്. ഗിരിദേവനും വനമാലും എല്ലാം ചുറ്റിക്കൂടെ നിൽക്കുക. അപ്പൊ അവരുടെ നടുക്കൊരു കേക്ക്, ഹാപ്പി ബർത്ത്ഡേ മീനാക്ഷി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായത് കണ്ടു കഴിഞ്ഞപ്പം പെട്ടെന്ന് അഭിജിത്ത് ചോദിച്ചു, അതെ മീനാക്ഷിക്ക് ഇത് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, മീനാക്ഷിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു, ഇന്ന് വരെ എന്റെ ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. എന്റെ മുത്തശ്ശി തരുന്ന ഉടുപ്പൊക്കെ ആയിരുന്നു എനിക്ക്, അല്ലാതെ കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാന്ന് പറയാണ് ഇങ്ങനെയൊക്കെ. ഇത് കേട്ടോ മാരാർ മാഷി വെച്ചു, സന്തോഷമായില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടോ ഉണ്ണിമോൾ പറഞ്ഞു, സന്തോഷമായെന്ന് പറയാ. പിന്നീട് അഭിജിത്ത് എന്ത് ചെയ്യാണ്, അഭിജിത്ത് ഒരു കവർ എടുത്തോണ്ട് വന്നു. ഇതേ ഉണ്ണിമോൾക്കുള്ള എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അതും കൂടെ കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട് മീനാക്ഷിയോട്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ എൻ്റെ നാവില ഗുളികൻ ഉണ്ടായിരുന്ന മീനാക്ഷി ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ മീനാക്ഷി മാത്രം എന്നോടൊപ്പം നിന്ന്, അതെനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്നോട് ക്ഷമിക്കണം, അറിയില്ലാതെ പോയ തെറ്റുകളൊക്കെ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയോ ക്ഷമ ചോദിക്കുക. അങ്ങനെ അഭിജിത്ത് പോയതിനു ശേഷം കണ്ണനാണെങ്കിലും വന്ന് ഗിഫ്റ്റ് കൊടുത്ത് ഇങ്ങനെയൊക്കെ പറയുകയാണ്. അവസാനം രാധ ടീച്ചർ ഒന്ന് ഗിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എൻ്റെയും മാരാർ മാഷയും ഗിഫ്റ്റാന്ന് പറഞ്ഞ് ഉണ്ണിമോൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഗിഫ്റ്റ് എല്ലാം മേടിച്ച് വെച്ച് ഉണ്ണിമോൾ പറഞ്ഞു, ആദ്യമായിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഇങ്ങനെ എനിക്ക് ഇത്ര സമ്മാനങ്ങളൊക്കെ കിട്ടുന്നത്, എനിക്ക് സന്തോഷമായെന്ന് പറയണം. പിന്നീട് രാധ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സത്യം പറയുമെന്ന് ചോദിക്കാം. എന്താ ചോദിച്ചോ, സത്യം മാത്രം പറയണം, എന്നാലും ഞാൻ ചോദിക്കുള്ളൂ എന്ന് പറയാം. മീനാക്ഷി കാര്യം പറ. അത് പിന്നെ ഇതെന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ അതോ എന്റെ സെൻഡ് ഓഫ് ആണോ എന്ന് ചോദിക്കോ. ഇത് കേട്ടതും അവരൊന്നും ഞെട്ടി. അല്ല ഞാൻ മരിക്കാൻ പോകാൻ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് ഈ പാർട്ടി തരുന്നതെന്ന് ചോദിക്കുവാണ്. നിങ്ങൾ എന്നെ ബർത്ത്ഡേ ആഘോഷിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മാരാർ മാഷിനും രാധ ടീച്ചർക്കൊക്കെ എന്ത് പറയണം നിർത്തില്ല. ഉണ്ണിമോളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നു. ചുറ്റും കൂടിയെന്നവർക്ക് ഭയങ്കര വിഷമായി. പെട്ടെന്ന് തന്നെ ഉണ്ണിമോൾ പറഞ്ഞു, എനിക്കറിയാം, അതുകൊണ്ടാണ് എല്ലാവരും എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അപ്പൊ അടുത്ത പിറന്നാളിന് ഞാൻ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. പിന്നീട് ഉണ്ണിമോൾ അങ്ങനെ കേക്ക് കട്ട് ചെയ്യണം. കേക്ക് കട്ട് ചെയ്തിട്ട് ആദ്യം മുത്തശ്ശിക്ക് കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. പിന്നീട് ഗിരിദേവനോട് പറഞ്ഞു, അതെ ഗിരിദേവൻ മധുരം കൊടുത്തില്ല മീനാക്ഷിക്ക് എന്ന് പറയാണ്. ഇത് കേട്ടോ ഗിരിദേവൻ പറഞ്ഞു, ഞാൻ മധുരം കൊടുക്കാൻ സമയമായില്ല, ആ കൊടുക്കണ സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാന്ന് പറയാണ്. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശിക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. പിന്നീട് അനസൂയ അവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ മാറുകയാണ്. അനസൂയ നേരെ ചെല്ലുന്ന തന്റെ കൂട്ടുകാരനെ കാണാനായിട്ടാണ്.
അങ്ങനെ അവരെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, അതെ അവിടെ അവളുടെ സെൻഡ് ഓഫ് ഒക്കെ നടക്കുവാന്ന് പറയാണ്. അവളിനി ഉടനെ തന്നെ മരിക്കും, അവളുടെ സെൻഡ് ഓഫ് നടക്കുക, അവളുടെ കയ്യിൽ നിന്ന് മോതിരം വീഴാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേട്ടതും കൂട്ടുകാർ വെച്ച് എങ്ങനെ, അവളെ ഞാൻ കാവിലേക്ക് വിളിച്ചോണ്ട് വരും, ആ സമയത്ത് നീ വേണം ആ കൃത്യം നിർവഹിക്കാനായിട്ട്, അതിനുള്ള ഒരു തന്ത്രം ഞാൻ മെനഞ്ഞു കഴിഞ്ഞെന്ന് പറയാം. ഇത് കേട്ടതും കൂട്ടുകാർ പറഞ്ഞു, നീ കാര്യം എന്താന്ന് പറ. അങ്ങനെ അനസൂയ കാര്യം പറയാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ, ഇനി എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ കാവ്യ ചെന്നതിന് ശേഷമായിരിക്കും ഉണ്ണുമോളുടെ കയ്യിലെ മോതിരവിരലിൽ നിന്ന് ആ ദിവ്യാങ്കുലിയും ആ നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള ദിവ്യാങ്കുലിയെ ഊരാൻ പോകുന്നത്. അങ്ങനെ ഊരിയിട്ടാണെങ്കിൽ ഉണ്ണിമോളെ അപകടപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനി ഉണ്ണിമോൾക്ക് എത്ര ദിവസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ണിമോളുടെ അങ്ങനെ ജീവൻ അങ്ങനെ പോവാറായി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരു പക്ഷെ ഇനിയിപ്പോ അയ്യപ്പസ്വാമി എന്തേലും അത്ഭുതം സംഭവിപ്പിക്കുമെന്നും അറിയത്തില്ല, പറയാൻ പറ്റില്ല. അയ്യപ്പസ്വാമി അല്ലേ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.